മഹാരാഷ്ട്രയുടെ തലസ്ഥാനവും രാജ്യത്തെ വൻകിട നഗരങ്ങളിൽ പ്രമുഖവുമായ മുംബൈയുടെ ഭാഗമായ കല്യാണിനോട് ചേർന്നുള്ള 10ഓളം ഗ്രാമങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ പ്രദേശത്ത് സ്ഥാപിതമാകാൻ പോകുന്ന സിമന്റ് നിർമ്മാണ യൂണിറ്റിനെതിരെ പ്രക്ഷോഭത്തിലാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ പരിസ്ഥിതി വിനാശത്തിനും തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടതിനും പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിനുമെതിരായ പ്രക്ഷോഭങ്ങൾ വിവിധ രൂപങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അതിലൊന്നായി കാണാവുന്നതാണ് കല്യാണിലെ ജനങ്ങളുടെ സമരം. കേന്ദ്ര സർക്കാർ ചില പ്രത്യേക കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങളിലും ചട്ടങ്ങളിലും ഇളവ് നൽകുന്നതിന്റെ ഫലമായി നടക്കുന്ന ചൂഷണങ്ങളെ തുറന്നു കാട്ടുന്നുണ്ടെന്നതാണ് ഈ പ്രക്ഷോഭത്തെയും ശ്രദ്ധേയമാക്കുന്നത്. ഛത്തീസ്ഗഡിൽ ബസ്തർ മേഖലയെ നക്സൽ വിമുക്തമാക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ ദൃഢപ്രതിജ്ഞയും അതിന്റെ പേരിലുള്ള ആദിവാസി വേട്ടകളും എന്തിനാണെന്നത് എല്ലാവർക്കും ബോധ്യമായതാണ്. തന്റെ ഉറ്റ കോർപ്പറേറ്റ് ചങ്ങാതിയായ ഗൗതം അദാനിക്ക് ഫലഭൂയിഷ്ഠവും സമ്പന്നവുമായ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കാനുള്ളതാണ് ഈ നടപടികളെന്നത് മോഡിയും കൂട്ടരും മാത്രമാണ് സമ്മതിക്കാത്തത്. ഇതിന് സമാനമായി അദാനിക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും മാറ്റി തങ്ങളുടെ പ്രദേശത്തെ മലിനീകരിക്കാനും ജനജീവിതം ദുസ്സഹമാക്കുന്നതിനും വേണ്ടിയുള്ള ഭരണകൂട ശ്രമങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പാണ് കല്യാണിലെ ജനങ്ങൾ നടത്തുന്നത്. ഇവിടെ സിമന്റ് പൊടിക്കുന്നതിനുള്ള യൂണിറ്റ് സ്ഥാപിക്കുന്നതിനാണ് അദാനി ഗ്രൂപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത്. പ്രതിവർഷം 60 ലക്ഷം മെട്രിക് ടൺ ഉൽപാദന ശേഷിയുള്ള പ്ലാന്റ് 1400 കോടി രൂപ വിനിയോഗിച്ചാണ് അദാനി ഗ്രൂപ്പ് അനുബന്ധ സ്ഥാപനമായ അംബുജ സിമന്റ്സ് സ്ഥാപിക്കുന്നത്. ആംബിവ്ലി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള 26.13 ഹെക്ടർ സ്ഥലത്താണ് ഇത് സ്ഥാപിക്കുക. സാധനങ്ങൾ സംഭരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള ഒരു വ്യാവസായിക ഇടമായ പാർക്കാണ് ആദ്യം വിഭാവനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റിൽ പ്രാദേശിക പത്രങ്ങളിൽ എതിർപ്പുകളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചുകൊണ്ട് പരസ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ സിമന്റ് പ്ലാന്റാണ് വരുന്നതെന്ന് ജനങ്ങൾ കരുതിയില്ല. പിന്നീടത് മനസ്സിലാക്കിയപ്പോഴാണ് ജനങ്ങൾ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. പദ്ധതിക്കായി കമ്പനി നടത്തിയ പാരിസ്ഥിതികാഘാത പഠനത്തിൽ വായു ശബ്ദ മലിനീകരണത്തിന് കാരണമാകുമെന്ന് സമ്മതിക്കുന്നുണ്ട്. പ്ലാന്റിൽ നിന്ന് വാതകം, പൊടി എന്നിവ പുറന്തള്ളൽ സാധാരണമാണ്. പ്രവർത്തന സമയത്ത് ശബ്ദനില ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യും. ഇതുകൂടാതെ പ്ലാന്റ് പ്രവർത്തനത്തിന് പ്രതിദിനം ആകെ 600 കിലോ ലിറ്റർ വെള്ളത്തിന്റെ ഉപയോഗവും ഉണ്ടാകും. ഇത് പ്രാദേശിക ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയാണെന്നതിനാൽ ഇത് ജലക്ഷാമത്തിനും കാരണമാകുമെന്ന് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പ്ലാന്റിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ 70-ലധികം ഗ്രാമങ്ങളും ഏകദേശം 3.5 ലക്ഷം വീടുകളും 14.8 ലക്ഷം ജനങ്ങളുമുണ്ട്. 1.25 കിലോമീറ്റർ ചുറ്റളവിലെ 4 സ്കൂളുകളിൽ ഒരെണ്ണം വെറും 100 മീറ്റർ അകലെയാണ്. ഇക്കാരണത്താൽ ജനങ്ങൾ പൊതു തെളിവെടുപ്പ് വേളയിലും ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുകയുണ്ടായി. ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കി പ്രതിവിധി കാണുന്നതിന് പകരം കമ്പനിയെ സഹായിക്കുന്ന സമീപനമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടി ഫലമായാണ് കല്യാണിന് സമീപം അദാനി കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്ന സിമന്റ് പൊടി യൂണിറ്റിനെ ഒഴിവാക്കുന്ന വിധത്തിൽ മുൻകൂർ പാരിസ്ഥിതികാനുമതി വേണമെന്ന ചട്ടത്തിൽ ഭേദഗതി വരുത്തിയുള്ള വിജ്ഞാപനമെന്നാണ് പ്രക്ഷോഭകരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത്. ഓഗസ്റ്റ് അവസാനമാണ് കല്യാണിലെ അദാനിയുടെ സിമന്റ് കമ്പനിക്കെതിരായ സമരം ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 26-ന് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഈ കമ്പനിക്ക് വേണ്ടി പാരിസ്ഥിതികാഘാത പഠന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പൊതു ഊർജ്ജ സ്രോതസ്സിനെ ആശ്രയിക്കാത്തതും തനിച്ചുള്ളതുമായ സിമന്റ് പൊടി പ്ലാന്റുകൾക്ക് മുൻകൂർ പാരിസ്ഥിതികാനുമതി ആവശ്യമില്ലെന്നതായിരുന്നു കരട് വിജ്ഞാപനം. ഈ വിജ്ഞാപനം അംഗീകരിക്കപ്പെടുന്നതോടെ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയുടെ ഭാഗമായ കല്യാണിലെ സിമന്റ് പൊടിക്കൽ പ്ലാന്റുമായി അദാനി ഗ്രൂപ്പിന് മുന്നോട്ട് പോകാൻ എളുപ്പമാകും. മോഹോൺ ഗ്രാമത്തിലെയും കല്യാണിനടുത്തുള്ള മറ്റ് 10 ഗ്രാമങ്ങളിലെയും നാട്ടുകാരുടെ കടുത്ത എതിർപ്പ് ഇതോടെ വിഫലമാകും. മാത്രമല്ല, എതിർപ്പ് നിയമവിരുദ്ധമെന്ന് വ്യാഖ്യാനിച്ച് സമരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുകയും ചെയ്തേക്കാം. മോഡിയുടെ കോർപ്പറേറ്റ് ചങ്ങാത്തം നിയമങ്ങളെ അട്ടിമറിക്കുകയും ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യുന്നതിന്റെ ഉദാഹരണമാകുകയാണ് ഈ പ്രക്ഷോഭവും ചട്ടങ്ങളിലെ മാറ്റങ്ങളും. ഫലത്തിൽ ഒരു ജനകീയ സമരത്തെ മുക്കിക്കൊല്ലുന്നതിന് ഏത് കിരാത സമീപനവും മോഡി സർക്കാർ സ്വീകരിക്കുമെന്നതിന്റെ തെളിവ് കൂടിയാണിത്.